ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഉമ്മച്ചിക്കുട്ടിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മിറാജ് സ്പെഷ്യലാണ്. ഉണ്ണിയപ്പമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെയല്ല. അപ്പോൾ നമ്മളിതിന് മാവ് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പെട്ടെന്ന് നമുക്കിത് ചെയ്യേണ്ടി വന്നു, അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഞാനിതിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 6 മണിക്കൂറായിട്ട് നമ്മൾ എടുത്ത് വെക്കണം. ഒന്ന് മിക്സായിട്ട് വരുന്നവരെ നമ്മളൊന്ന് എടുത്ത് വെക്കണം കേട്ടോ. നന്നായിട്ട് ജോയിൻ ആവട്ടെ. അപ്പോൾ ഈ നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ജോയിൻ്റ് ആവും, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ജോയിൻ ആവണ വരെ ഒന്ന് വെക്കാം. നന്നായിട്ട് പൊന്തി വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിവിടെ ഇത് വെക്കുകയാണ്. ഇനി നമ്മൾ ബാക്കിയുള്ളത് കൂടെ നമുക്ക് നോക്കാം. അതിന് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, മാവ് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുത്താൽ നമുക്ക് അധികം തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയത്തിൽ നമുക്കിടാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. മാവ് പകുതി ആയിട്ട് ഹാഫായിട്ട് നമുക്ക് ഒഴിച്ച് കൊടുത്താൽ മതിയിട്ട്. അധികം ആയാൽ നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ അത് നമ്മൾ ഹാഫിലിട്ട് കണ്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ എല്ലാത്തിലേക്കും ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ചട്ടിയിൽ നിന്ന് അതൊന്ന് മാറ്റി കിട്ടുന്ന വരെയെങ്കിലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മറിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി കൊണ്ടൊന്ന് വെന്ത് കിട്ടെ. അപ്പോൾ നമ്മൾ പുറം ഭാഗമല്ലേ നമ്മൾ വേവിച്ച്, ഇനി ഉള്ളു ഭാഗം ഒന്ന് വേവിച്ചാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് വെന്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളെല്ലാതും ഇതുപോലെ തന്നെ നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഉൾഭാഗം ഒന്ന് വെന്ത് വരണം, നന്നായിട്ടൊന്ന് വെന്ത് വരണം, കളറൊന്ന് മാറി വരണം. അതുവരേക്കും നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം. ഇത് അവിടെ വേവട്ടെ. അധികം കത്തിച്ച് കൊടുക്കണ്ട. അധികം കത്തിച്ച് കൊടുത്താൽ ഉള്ളു വേവാതെ കരിഞ്ഞു പോകും. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗം നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം മൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറി വരട്ടെ. ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല, അധികം ഇങ്ങനെ ബ്രൗൺ കളർ ആവണമെന്ന് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണോ ഇഷ്ടം, അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവും. എനിക്കിങ്ങനെയാണ് ഇഷ്ടം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ആയാൽ. അപ്പോൾ അത് ഉണ്ണിയപ്പം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എണ്ണ നന്നായിട്ട് നമ്മൾ കളഞ്ഞിട്ട് വേണം മാറ്റി വെക്കാൻ, അല്ലെങ്കിൽ എണ്ണ അതിലേക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എണ്ണ നമ്മൾ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് എണ്ണ ഇല്ലാതെ നമുക്ക് എല്ലാതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഓരോന്നീച്ചായിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി ഇനി നമുക്ക് ഉണ്ടാക്കാൻ കുറച്ച് കൂടെ ഉണ്ടല്ലോ, ആ മാവ് കൂടെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ബാക്കിയുള്ള ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മളിതാ ഇനി ബാക്കിയുള്ള കൂടെ ഇതും പാടേ ഉള്ളൂ കേട്ടോ. അതും കൂടെ ഉണ്ടാക്കി എടുത്തിട്ട് ഞാൻ ഫുള്ളായിട്ട് കാണിച്ച് തരാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് എടുക്കാനൊന്നും മറക്കല്ലേ ഫ്രണ്ട്സ്. നമ്മളത് ഉണ്ടാക്കി നോക്കിയിട്ടോ, ഇതേപോലെ ഉണ്ടാക്കി നോക്കണം, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ മാവ് ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് തേങ്ങയും എള്ളും ചേർത്ത് കൊടുക്കുക. തേങ്ങ